ഹായ്, ഇന്നത്തെ ടോപ്പിക്ക് ഓവർ തിങ്കിങ്ങിനെ കുറിച്ചാണ്. ഇത് പറയുമ്പോൾ നിങ്ങളിൽ പലരും ഓവർ തിങ്കിങ് കാരണം നമ്മൾക്കൊരു കൺക്ലൂഷനിൽ ഒരു കാര്യത്തെ നമ്മൾ ഓവർ തിങ്ക് ചെയ്ത് നമ്മൾക്കൊരു കൺക്ലൂഷനിൽ എത്താൻ പറ്റാതെ വിഷമിച്ചിരിക്കുന്ന പല ആളുകളും ഇതെങ്ങനെ സ്റ്റോപ്പ് ചെയ്യാം എന്ന് ആലോചിച്ചിരിക്കുന്ന പല ആളുകളുണ്ടായിരിക്കും. എന്നാൽ ചിലവർക്കെങ്കിലും ഓവർ തിങ്കിങ് കാരണം ലൈഫിൽ നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കാനും കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. സോ എന്താണ് ഓവർ തിങ്കിങ്? ഓവർ തിങ്കിങ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ചില കാര്യങ്ങൾ ചില സിറ്റുവേഷനിൽ നമ്മൾ ഓവർ ആൻഡ് ഓവറായിട്ട് അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചിന്തിച്ച് നമ്മൾക്ക് നല്ലൊരു ആ ഒരു അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ കഴിഞ്ഞോ അല്ലെങ്കിൽ ഒരു കൺക്ലൂഷനിൽ എത്താൻ കഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടായിരിക്കില്ല. പലരും അതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് പോയി വേറെ തോട്ടിലേക്കൊക്കെ പോയിട്ടുണ്ടായിരിക്കും. സോ അവരെടുക്കുന്ന തീരുമാനങ്ങൾ എന്നാൽ അവർക്ക് അത് ബെറ്റർ ആവുമോ എന്ന് ചോദിച്ചാൽ അതും ആവില്ല. ഇങ്ങനെയുള്ള ഒരു രീതിയാണ് നമ്മൾ ഓവർ തിങ്കിങ് എന്ന് പറയുന്നത്. എന്നാൽ ഈ ഓവർ തിങ്കിങ് തന്നെ നമ്മളുടെ ലൈഫിൽ എല്ലാവരുടെയും ലൈഫിൽ മേജറായിട്ടുള്ള ലൈഫ് ചേഞ്ചിങ് മൊമെന്റ്സ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ ആ ഒരു കാര്യത്തിൽ, അതായത് കരിയർ സ്വിച്ചിങ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക്, അല്ലെങ്കിൽ ഏത് കരിയർ ചൂസ് ചെയ്യണം എന്ന കാര്യം, അങ്ങനെയുള്ള പല പല കാര്യങ്ങളും എല്ലാവരുടെ ലൈഫിലും നടക്കുന്നതാണ്. സോ അങ്ങനെ നടക്കുന്ന സമയത്ത് നമ്മൾക്ക് അതിനൊരു ബെറ്റർ ആയിട്ടുള്ള ഒരു ആൻസർ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ റിപ്പീറ്റ് ചെയ്തിട്ട് തന്നെ നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടേ ഇരിക്കേണ്ടി വരും. സോ അങ്ങനത്തെ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ ഓവർ തിങ്കിങ് നല്ലതാണ്. എന്നാൽ അതിന് നമ്മൾക്ക് അങ്ങനെയുള്ള ആളുകൾക്ക് നമ്മൾക്ക് കുറച്ച് നേരം ഒരു 2-3 തവണയൊക്കെ റിപ്പീറ്റ് ചെയ്ത് ചിന്തിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ നമുക്ക് നല്ലൊരു കൺക്ലൂഷനിൽ എത്താൻ കഴിയുന്നുണ്ടായിരിക്കാം. ബട്ട് എപ്പോഴാണ് ഈ ഒരു ഓവർ തിങ്കിങ് നമ്മൾക്ക് അൺഹെൽത്തി ആയി മാറുന്നതെന്ന് ചോദിച്ചാൽ, ഒരു ക്രോണിക് ആയിട്ടുള്ള ഓവർ തിങ്കിങ് ആണ് നമ്മൾക്ക് മെയിനായിട്ട് അൺഹെൽത്തി ആയിട്ട് മാറുന്നത്. ഇങ്ങനെ ഒരു സിറ്റുവേഷനെ കുറിച്ച് നമ്മൾ ഓവറായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്നാൽ അതിനൊരു നല്ലൊരു കൺക്ലൂഷനിൽ എത്താൻ പറ്റാത്ത ഒരു അവസ്ഥ. ഈ ഒരു അവസ്ഥ നമ്മൾക്ക് ചിലവർക്ക് ഉറക്കം വരെ നഷ്ടപ്പെടുന്ന ഒരു രീതി വരെ ഉണ്ടാകും. കാര്യം അവരിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്നാൽ അവർക്കത് നല്ല രീതിയിൽ അത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുമോ, സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുമോ എന്ന് വെച്ചാൽ പറ്റിയില്ല. എന്നാൽ അവർക്കതിൽ പല രീതിയിലുള്ള ചിന്തകൾ വന്ന് അവർക്കത് ടെൻഷൻ വരെ ഉണ്ടാക്കിയേക്കാം. ചില ആളുകൾ വെറുതെ അൺവാണ്ടഡ് ആയിട്ടൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കും. ചിലപ്പോൾ പാസ്റ്റിൽ കഴിഞ്ഞ ഒരു കാര്യമായിരിക്കും. ആ കാര്യത്തെ നമ്മൾ വീണ്ടും വീണ്ടും ചിന്തിച്ച് അത് ഇനി നടക്കുമോ, ഇനി അത് വേസ്റ്റ് ആയിട്ട് എന്തെങ്കിലും നമ്മളെ ലൈഫിൽ ഫ്യൂച്ചറിൽ സംഭവിക്കുമോ എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ ആലോചിച്ച് എന്നാൽ സത്യം വേറൊരു രീതിയിലായിരിക്കും. അങ്ങനെയൊന്നും നടക്കുന്നുണ്ടാവില്ല. എന്നാൽ ഇവർ ചിന്തിക്കുന്നത് ഇങ്ങനെയായിരിക്കും നടക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഇനി ഞാൻ അതിനനുസരിച്ചിട്ട് ബിഹേവ് ചെയ്യണം, അങ്ങനെയുള്ള രീതികളിലൊക്കെ ആകുമ്പം അവർ ഇതന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നിട്ട് അവർക്ക് അവരുടെ ഡേ ടു ഡേ പ്രസൻറ്റ് മൊമെൻറ്റ് എൻജോയ് ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഡേ ടു ഡേ ലൈഫിൽ മെയിനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളിൽ ഫോക്കസ് നഷ്ടപ്പെടുന്ന ഒരു രീതി വരെ ഓവർ തിങ്കിങ് കാരണം ഉണ്ടാകാം. മെയിനായിട്ട് ഓവർ തിങ്കിങ് ചിലവരുടെ ഒരു നാച്ചർ അങ്ങനെ ആയിരിക്കാം ഓവർ തിങ്കിങ്. മറ്റു ചിലർക്ക് പാസ്റ്റിൽ എന്തെങ്കിലും നെഗറ്റീവായിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ അതിനെ പിന്തുടർന്നുകൊണ്ട് ഒരു പേടി എന്നുള്ള രീതിയിൽ ആ ഒരു ചെറിയൊരു ട്രിഗറിങ് ഫാക്ടർ ഉണ്ടായിരിക്കും എന്തെങ്കിലും. ആ ഒരു കാര്യത്തിനെ കുറിച്ച് റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ചിന്തിച്ച് അവർക്ക് ഒന്നിലും ശ്രദ്ധ കിട്ടാത്ത, ഉറക്കം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ. ഇങ്ങനെയൊക്കെയാണ് ഈ ഓവർ തിങ്കിങ്ങിൻ്റെ ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള കണ്ടീഷൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഓവർ ജനറലൈസ് ചെയ്യുക, അതുപോലെ നമ്മൾക്കൊരു കൺക്ലൂഷനിൽ എത്താൻ പറ്റാതെ നമ്മൾ മുന്നേ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ ആ നടന്ന കാര്യത്തെക്കുറിച്ച് ഇതും അങ്ങനെ തന്നെ നടക്കുള്ളൂ എന്ന രീതിയിൽ ചിന്തിച്ചിട്ട് വേറെ രീതിയിലൊക്കെ ഒരു കാര്യത്തെ തന്നെ പല രീതിയിൽ ചിന്തിച്ച് നെഗറ്റീവാക്കി മാറ്റുക. അതുപോലെ ചിന്തിച്ച് നമ്മൾ ആ കാര്യത്തിനെ അതിൻ്റെ എത്രയും വേസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ കൊണ്ടെത്തിക്കാൻ പറ്റൂ. എന്നാൽ നടക്കുന്ന സത്യങ്ങൾ, അതായത് ഇപ്പം ലൈവായിട്ട് നടക്കുന്ന കാര്യങ്ങൾ അങ്ങനെയാണോ ചോദിച്ചാൽ അങ്ങനെ ആവില്ല. പക്ഷേ ഇവർ ചിന്തിക്കുന്ന രീതി വെച്ച് ഇതങ്ങനെ വരൂ, നെഗറ്റീവായിട്ടേ വരൂ എന്ന രീതിയിൽ വരെ എത്തിക്കുന്ന ഒരു രീതിയാണ് ഈ ഒരു ഓവർ തിങ്കിങ് കാരണം ഉണ്ടാവുന്നത്. സോ എങ്ങനെ ഓവർ തിങ്കിങ് സ്റ്റോപ്പ് ചെയ്യാം? എങ്ങനെയാണ് നമ്മൾ ഓവർ തിങ്കിങ് സ്റ്റോപ്പ് ചെയ്യേണ്ടത്? അതിനൊരു ബെറ്റർ വേ ആണ് നമ്മൾ ജേർണലിംഗ് എന്നൊക്കെ പറയും. അപ്പോൾ അതിൽ നമ്മൾക്ക് ഓവർ തിങ്ക് ചെയ്യാനുണ്ടായ
സിറ്റുവേഷൻസും കാര്യങ്ങളും ഒക്കെ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക. ഇങ്ങനെ എഴുതി വെക്കുമ്പോൾ കുറേ കഴിയുമ്പോൾ നമ്മൾക്ക് അതൊന്ന് എടുത്തു നോക്കുന്ന സമയത്ത് നമ്മൾക്ക് എന്തെങ്കിലും ഒരു ട്രിഗറിങ് ഫാക്ടർ അതിൽ നിന്ന് കിട്ടും. എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ ഓവർ തിങ്ക് ചെയ്യുന്നത് എന്നുള്ള രീതി, അല്ലെങ്കിൽ പാസ്റ്റിൽ നടന്ന എന്തെങ്കിലും കാര്യത്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു ട്രിഗറിങ് ഫാക്ടർ, ഒരു ഭയം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. സോ അത് നമ്മൾക്ക് മനസ്സിലാക്കി അത് നമ്മൾക്ക് തന്നെ സ്വയം മാറ്റാൻ പറ്റും. നമ്മൾക്കിനി അത് വേണ്ട എന്നുള്ള രീതിയിൽ നമ്മൾക്ക് സെൽഫ് മോട്ടിവേറ്റ് ചെയ്തിട്ട് തന്നെ അത് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു രീതി. അതുപോലെ ഓവർ തിങ്ക് ചെയ്യാൻ വരുന്ന സമയത്ത് നമ്മളുടെ തോട്ടിന് അത് റീസണബിൾ ആണോ, അല്ലെങ്കിൽ അത് ലോജിക്കലായിട്ടാണോ ഞാൻ ചിന്തിക്കുന്നത്, ഇതിന് ഇങ്ങനെ ചിന്തിച്ചാൽ നല്ലൊരു ആൻസർ കിട്ടുമോ എന്നൊക്കെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഏറെക്കുറെ ഓവർ തിങ്കിങ് ഒഴിവാക്കി നല്ലൊരു ബെറ്റർ ഡിസിഷനിലേക്ക് എത്താൻ പറ്റും. അതുപോലെ നമ്മൾക്ക് ഇഷ്ടമുള്ള ഹോബീസ്, അതായത് റീഡിങ് ബുക്ക്, അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, എന്തെങ്കിലും ഇപ്പോൾ ചിലവർക്ക് ഈ ഒരു എംബ്രോയ്ഡറി ഒക്കെ ആയിരിക്കും ഇഷ്ടം, അല്ലെങ്കിൽ ചിലവർക്ക് അങ്ങനെ പുറത്തൊക്കെ പോയി നടന്ന്, അല്ലെങ്കിൽ ചിലവർക്ക് ഷോപ്പിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇങ്ങനെയുള്ള ഹെൽത്തി ആയിട്ടുള്ള ഡിസ്ട്രാക്ഷൻസ് നമ്മൾക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഏറെക്കുറെ ഓവർ തിങ്കിങ് വരുമ്പോൾ നമുക്ക് അതിനെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റും. അപ്പം ഈ ബുക്കൊക്കെ വായിക്കുന്നതിലൂടെ നമ്മൾക്ക് കുറേ നല്ല തോട്ട്സുകളൊക്കെ വന്ന് നമ്മൾക്ക് ഈ ഓവർ തിങ്കിങ്ങിനുള്ളൊരു സ്പേസ് അവിടെ കുറയുവാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾക്ക് മെഡിറ്റേഷൻ, അതുപോലെ ബ്രീത്തിങ് ടെക്നിക്സ്, ഇങ്ങനെയൊക്കെ നമ്മളുടെ ബ്രീത്ത് നമ്മൾ തന്നെ നമ്മൾ അങ്ങനെ ഫീൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറേയൊക്കെ കോൺസെൻട്രേഷൻ അതിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതേപോലെ മെഡിറ്റേഷൻ നമ്മളുടെ മൈൻഡിനെ നമ്മൾക്ക് തന്നെ അറിയാൻ പറ്റും. ഇങ്ങനെയുള്ള കാര്യങ്ങളും അതേപോലെ നമ്മൾക്ക് ഈ ഒരു നെഗറ്റീവായിട്ടുള്ള തോട്ട് വരുമ്പോൾ അതിനെ ഒന്ന് റീഫ്രെയിം ചെയ്ത് പോസിറ്റീവാക്കി മാറ്റുക, പെട്ടെന്ന് തന്നെ പോസിറ്റീവിലേക്ക് സ്വിച്ച് ചെയ്യുന്ന ഒരു രീതി, ആ ഒരു ടെക്നീക്കൊക്കെ നമ്മൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏറെക്കുറെ ഈ ഒരു ഓവർ തിങ്കിങ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ മറ്റൊരു തരത്തിൽ ചില ഓവർ തിങ്കിങ് ആയിട്ടുള്ള ആൾക്കാർ വളരെ ക്രിയേറ്റീവ് ആണെന്നും പറയാറുണ്ട്. ചില കാര്യങ്ങളിൽ അവർ ക്രിയേറ്റീവ്, കാരണം അവരിങ്ങനെ ഓവർ തിങ്ക് ചെയ്യുക, ചിലവർ നല്ലതിന് വേണ്ടി ഓവർ തിങ്ക് ചെയ്യുന്നവരുണ്ടായിരിക്കും. അവർക്ക് ഈ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് അവരുടെ മൈൻഡിൽ ഒരു ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ സൃഷ്ടിക്കാനും ഓവർ തിങ്ക് കൊണ്ട് പറ്റുന്നതാണ്.